വിപണിയിൽ വിലയോട് വിലയാണ്. പച്ചക്കറിക്കും തീവിലയാണ്. രണ്ടാഴ്ചക്കിടയിൽ ഇഞ്ചി, വെളുത്തുള്ളി, ബീൻസ് എന്നിവയുടെ വിലയങ്ങ് കുതിച്ചുയർന്നു. 160 രൂപ വിലയുണ്ടായിരുന്ന ഇഞ്ചിക്ക് ഇപ്പോൾ 280 രൂപയാണ് വില. സവാള വില കൂടിക്കൊണ്ടിരിക്കുകയാണെന്നും വ്യാപാരികൾ പറയുന്നു. റാംഷ CP ചേരുന്നു. എറണാകുളത്തെ മാർക്കറ്റിൽ നിന്നാണ് ചേരുന്നത്. റാംഷ, അടുത്ത മാസം അവസാനമാകുമ്പോഴേക്കും ഓണമാണ്. ഓണത്തിന് ഈ പറഞ്ഞ ഇനങ്ങളൊന്നുമില്ലാതെ ഒരു സദ്യവട്ടം ഒരുക്കുക, ഭക്ഷണം വെക്കുക എന്ന് പറയുന്നത് മലയാളിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. എന്താണ് മാർക്കറ്റിൽ വ്യാപാരികൾ പറയുന്നത്? വിലയുടെ സാഹചര്യം എന്താണ്? തീർച്ചയായും അടുത്ത മാസം ഓണം വരാൻ പോവുകയാണ്. അപ്പോഴേക്കും ഈ വില ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ എന്താകും സാഹചര്യം എന്ന ആശങ്ക സ്വാഭാവികമായും ആളുകൾക്കെല്ലാം ഉണ്ട്. ഏതായാലും ഈ പച്ചക്കറി കടയിൽ നമുക്ക് ഇങ്ങനെ സാധനങ്ങൾ നിരത്തി വച്ചിരിക്കുന്നത് കാണാം. പക്ഷേ ഇതെല്ലാം ചോദിക്കാതെ, വില ചോദിക്കാതെ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ചിലതൊക്കെ കൈപൊള്ളും എന്ന അവസ്ഥയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ബീൻസ് തുടങ്ങിയ സാധനങ്ങൾക്കെല്ലാം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഞ്ചിക്ക് കിലോയ്ക്ക് 280 എന്നതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെളുത്തുള്ളി 240 എത്തി. അതോടൊപ്പം സവാള 40 രൂപയിലേക്ക് എത്തി. 25 രൂപയിലുണ്ടായിരുന്ന സവാളയാണ് ഇപ്പോൾ 45 രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. ബീൻസിന് 80 രൂപയായിരുന്നു, ഇപ്പോൾ 120 രൂപയിലേക്ക് എത്തി. അതുപോലെ തന്നെ സലാഡ് കക്കിരി എന്ന് നമ്മൾ സലാഡ് കുക്കുംബർ, അതിന് 13 രൂപ കിലോയ്ക്കുണ്ടായിരുന്നതാണ്, ഇപ്പോൾ 40 രൂപയ്ക്കടുത്ത് എത്തി എന്നതാണ്. ഏതായാലും വലിയ വർധനവ് ചില സാധനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ചില സാധനങ്ങൾക്ക് വില കുറയുകയും ചെയ്തിട്ടുണ്ട്. അത് ഉദാഹരണത്തിന് തക്കാളി പോലെയുള്ള സാധനങ്ങൾ, ഉരുളക്കിഴങ്ങ് പോലെയുള്ള സാധനങ്ങൾക്ക് അല്പം വില കുറയുകയും ചെയ്തിട്ടുണ്ട്. മഴയാണ് പ്രധാനപ്പെട്ട കാരണം എന്നതാണ് വ്യാപാരികൾ പറയുന്നത്. ഏതായാലും നമുക്ക് ഒപ്പം ഇവിടെ ഈ പച്ചക്കറി കച്ചവടം നടത്തുന്ന ചേട്ടൻ നമുക്കൊപ്പം ഉണ്ട്. ചേട്ടാ, ഇപ്പോൾ സാധനങ്ങൾക്ക് വില കൂടുകയാണല്ലേ? ചിലതിനൊക്കെ ചില സാധനത്തിന് മാത്രം വില കൂടിയിട്ടുള്ളൂ. ഏതൊക്കെ പ്രധാനമായും കൂടിയത്? ഇഞ്ചി, വെളുത്തുള്ളി, ചെറുതായിട്ട് ബീൻസ്, കക്കിരി, കുക്കമ്പർ. ഈ വെളുത്തുള്ളിക്കൊക്കെ വലിയ വർധന ഉണ്ടായിട്ടുണ്ട്. വെളുത്തുള്ളി വലിയ വർധനമുണ്ട്. ഇഞ്ചിയാണ് ഏറ്റവും കൂടുതൽ വർധന. പിന്നെ സവാള. ആളുകൾ എത്തുന്നതിൽ കുറവുണ്ടോ? ആളുകളത്തിന് കുറവില്ല. ആവശ്യക്കാർ ഇഞ്ചിയൊക്കെ വാങ്ങാൻ എത്തുന്നവർക്ക് ഒരു കുറവില്ല. ഇല്ല, നിത്യോപയോഗ സാധനമല്ല, എല്ലാം മേടിക്കാനൊക്കെ പറ്റില്ലല്ലോ. അടുത്ത മാസം ഓണം വരാൻ പോവുകയാണ്. അപ്പോൾ ഈ വില വർധന ഇങ്ങനെ തന്നെ പോകാനാണോ സാധ്യത? മഴയൊക്കെ ഇങ്ങനെയാണെങ്കിൽ ഇഞ്ചിയൊന്നും കുറവില്ലെന്ന് പറഞ്ഞു പറയാൻ സാധ്യതയില്ല. മഴ ഇങ്ങനെ തന്നെ. ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ വില മുകളിലോട്ട് തന്നെ പോകാൻ സാധ്യത. സവാള മേലേക്ക് പോകുന്ന പറഞ്ഞു. സവാള ഇപ്പോൾ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ദിവസം കൂടിക്കൊണ്ട്. ഇന്നിപ്പോൾ 40 രൂപ. ഇന്നലെ എത്രയായിരുന്നു? അല്ല, ഇന്നലെ ഇന്നൊക്കെ 40 രൂപ വെക്കണം. 40 രൂപ ചില്ലറ 40 രൂപ വെക്കണം. 25 രൂപയിലുണ്ടായിരുന്നു. 4 കിലോ 100 ആയിരുന്നു. ഇപ്പം ഇങ്ങനെ അതാണ് കുറഞ്ഞിട്ടുണ്ട്. തക്കാളി കുറഞ്ഞിട്ടുണ്ട്, ചെറുനാരങ്ങ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ മഴ ചെറുനാരങ്ങ കുറഞ്ഞിട്ടുണ്ട്, തക്കാളി കുറഞ്ഞിട്ടുണ്ട്, മുളക് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട്, കുറച്ചേറ്റവും. അതാണ് ഈ മഴ വന്നപ്പോൾ ചില സാധനങ്ങളുടെ വില കുറഞ്ഞു. അതായത് മഴക്കാലത്ത് ഇപ്പോൾ നാരങ്ങയുടെ ഉൾപ്പെടെ വില കുറയുന്നത് സാധാരണമാണ്. അത്തരം ചില സാധനങ്ങളുടെ വില കുറഞ്ഞു. പക്ഷേ അപ്പോൾ തന്നെയാണ് ഇഞ്ചിയുടെയും മറ്റ് സാധനങ്ങളുടെ, വെളുത്തുള്ളി പോലെയുള്ള സാധനങ്ങളുടെ വില വലിയ നിലയിൽ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ്. കൊച്ചിയിൽ നിന്നും ആണ് ഈ കൊച്ചിയിലെ മാർക്കറ്റിൽ നിന്ന് നമുക്ക് പറയുമ്പോൾ ഇത്തരത്തിൽ വലിയൊരു വർധനവ് ചില സാധനങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് റോഷ്നി. ഓക്കെ, റാംഷ CP ആണ് മാർക്കറ്റിലെ വില വിശദീകരിച്ചത്.